ഇന്നത്തെ വീഡിയോ ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാര്യം ആരും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാത്തൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഷ് വാഷറിൻ്റെ ലൈവായിട്ടുള്ള വീഡിയോ ആണ്. ലൈവായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിഷ് വാഷറിൻ്റെ എന്തൊക്കെ പാർട്ടുണ്ട്, എന്തൊക്കെ കംപ്ലയിൻറ്റ്, മേജർ കംപ്ലയിൻറ്റ്സ് എന്തൊക്കെ വരും, അത് റിലേറ്റഡ് എന്തൊക്കെ പാർട്സിനാണ് വരുന്നത് അതും പറയുന്നുണ്ട്. പിന്നെ ലൈവായിട്ട് ഡിഷ് വാഷറിനകത്ത് എങ്ങനെയാണ് വാഷിംഗ് നടക്കുന്നത് എന്നുള്ള ഒരു ലൈവായിട്ടുള്ള വീഡിയോയും കൂടിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്, ഇത് ഡിപ്പെൻഡ് ഓൺ മോഡൽ അനുസരിച്ചിട്ട് ഈ ഒരു പാർട്ട് വ്യത്യാസം വരാം. ഇതൊരു ഫാനാണ്, അതായത് നമ്മൾ വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാൻ ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പെൻസറാണ്, സോളിനോയിഡാണ്. ഈ സോളിനോയിഡാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ബോക്സിനെ തുറക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഫാൻ ഇരിക്കുന്നത്. എല്ലാ മോഡലും ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു ഭാഗമുള്ള മോഡലിനകത്ത് ഇതിനകത്തൊരു ഫാൻ ഉണ്ടാവും. ഇതിനകത്താണ് നമ്മൾ റിൻസിങ് ലിക്വിഡ് ഒഴിക്കുന്നത്. ഈ ഒരു ഭാഗത്തിനകത്ത് ഇതിനകത്താണ് നമ്മൾ സോപ്പ് പൊടി അല്ലെങ്കിൽ സോപ്പ് ഡിറ്റർജൻറ്റ് പൊടിയോ അല്ലെങ്കിൽ കട്ടയോ എന്താ വെച്ചാൽ 3-in-1 5-in-1 ഒക്കെ ഉപയോഗിക്കുന്നത് ഇതിനകത്താണ്. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുന്നത്, ഇതിങ്ങനെ നമ്മൾ തൊടുമ്പോൾ ഇപ്പോൾ ഓപ്പൺ ആവും. നേരെ ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറകിൽ കാണിച്ച ഈ ഒരു സോളിനോട് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ടാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ സമ്പ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഷവർ ആം, മേളിലും താഴത്തും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരു ലൈവായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണലായിട്ട് വരുന്ന ഭാഗങ്ങൾ. ഇതിൻ്റെ റാക്കാണ്, താഴത്തൊരു റാക്ക് ഉണ്ടാകും, ഇതിന് പാത്രങ്ങൾ വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. ഇതിൻ്റെ മേളിൽ ഒരു റാക്ക് ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് കാണാം. അടിയിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒക്കെ എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നോക്കിയൊന്ന് കാണാം. മേളത്തെ ഷവറാമിലേക്ക് സ്പ്രേ ചെയ്യുന്ന വെള്ളം ഇതിലൂടെയാണ് പോകുന്നത്. ഇതിൻ്റെ നേരെ താഴത്തേക്കാണ് വരുന്നത്, സമ്പിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഇൻലെറ്റാണ്, ഇതിൻ്റെ ഔട്ട്ലെറ്റ്, ഇതിൻ്റെ പവർ കണക്ഷൻ. ഒരു ഫ്ലോട്ട് സ്വിച്ചാണ്. ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ താഴെ എന്തെങ്കിലും കാരണവശാൽ ഇൻറ്റേർണൽ ലീക്ക് വന്നാൽ ഇതിനകത്തേക്ക് വെള്ളം വന്നിട്ട് ഇത് മേളിലേക്ക് പൊങ്ങണം. ഇത് മേളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ഓഫ് ആകണം. ഓഫ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊരു എറർ കാണിക്കും. E4 എന്നുള്ളൊരു എറർ കാണിക്കും, അല്ലെങ്കിൽ 4 എന്നുള്ള എറർ കാണിക്കും. ആ 4 എന്നുള്ള എറർ കാണിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇത് മേളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ 4 എന്നുള്ള എറർ കാണിക്കും. അപ്പോൾ അത് ഫ്ലോട്ട് സ്വിച്ച് ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റക്ക് വന്നാലോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്ത് എന്തെങ്കിലും കയറി ഇരുന്നാലോ, ഇപ്പോൾ എന്തെങ്കിലും കെമിക്കൽ എന്തെങ്കിലും കയറി ഇരുന്നാലും ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങൾ, ഇത് ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പെൻസറാണ്, സോൾട്ട് ഡിസ്പെൻസർ എന്ന് പറയും. ഇതിനകത്താണ് നമ്മൾ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കുറക്കാൻ വേണ്ടി ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ട് വെക്കും. സാധാരണ ഉപ്പല്ല, ഡിഷ് വാഷിംഗ് ഉപ്പുണ്ട്, ആ ഉപ്പാണ് ഇടുന്നത്. ഇത് ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ആ ഉപ്പില്ല, ടാബ്ലറ്റാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് ഉപ്പില്ല. ഇതിൻ്റെ സോളിനോട്, വെള്ളത്തിനെ കൺട്രോൾ ചെയ്യുന്ന സോളിനോട് വാൽവാണ്. പിന്നെ ഇതാണ് ഇതിനകത്ത് മേജറായിട്ടുള്ളൊരു പാർട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാഷ് പമ്പാണ്. ഇത് വാഷ് പമ്പാണ്. ഇത് ഇതിൻ്റെ കപ്പാസിറ്ററാണ്. ചില മോഡലുകൾക്ക് കപ്പാസിറ്റർ ഉണ്ടാവും, ചില മോഡലുകൾക്ക് കപ്പാസിറ്റർ ഉണ്ടാവില്ല. പിന്നെ ഈ കാണുന്നത് ഡ്രെയിൻ പമ്പാണ്. ഇതിനകത്തുനിന്ന് വാഷിംഗ് എല്ലാം കഴിഞ്ഞാൽ നേരെ വെളിയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രെയിൻ പമ്പാണ്. ഇതാണ് ഇതിൻ്റെ സമ്പ്, വെള്ളം സ്റ്റോർ ചെയ്യുന്ന സമ്പേരിയാണ്. ഇതിന് ഈ ഒരു വയർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ്, അതായത് വെള്ളത്തിനകത്തേക്കുള്ള ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്നത് ഈ ഒരു തെർമോസ്റ്റാറ്റാണ്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഹീറ്ററാണ്. വെള്ളത്തിന് നമ്മൾ പച്ചവെള്ളം മാത്രം കൊടുത്താൽ മതി. ഈ ഒരു ഹീറ്ററാണ് നമുക്ക് വാഷിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡിഗ്രി ടെമ്പറേച്ചറിൽ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു ഹീറ്ററാണ്. പിന്നെ ഇതിനകത്തൊരു ഫ്ലോട്ട് സ്വിച്ച് ഉണ്ട്, 2 ഫ്ലോട്ട് സ്വിച്ച് കാണും. വെള്ളത്തിൻ്റെ ഓവർഫ്ലോ സ്വിച്ചാണ് ഈ കാണുന്നത്. ഓവർഫ്ലോ സ്വിച്ചും ഇപ്പുറത്തൊരു സ്വിച്ചും ഉണ്ടാകും കൺട്രോളിംഗ് ആയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടുകൾ. ഇതിനകത്ത് എറർ കോഡ് വരുന്നത് E1 എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇൻലെറ്റ്, ഈ ഒരു സോളിനോട് വാൽവ്, ഈ ഒരു സോളിനോട് വാൽവിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ബ്രീത്തർ അസംബ്ലി ഉണ്ട്, വെള്ളം കൗണ്ട് ചെയ്യുന്ന ഒരു ബ്രീത്തർ അസംബ്ലി ഉണ്ട്. ആ ബ്രീത്തർ അസംബ്ലി ആയിരിക്കും കംപ്ലയിൻറ്റ് വരിക. ഇനി E3 എന്ന് പറഞ്ഞ എറർ ആണെന്നുണ്ടെങ്കിൽ 3 പാർട്ടാണ്. ഒന്ന്, ഈ ഒരു പമ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ചിലപ്പോൾ കപ്പാസിറ്ററിൻ്റെ ആകാം, ചിലപ്പോൾ പമ്പിൻ്റെ ആകാം, അത് ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു തെർമോസ്റ്റാറ്റ് സെൻസറിൻ്റെ, ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ E3 കാണിക്കും. ഈ ഒരു കോയിലിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അത് E3 കാണിക്കും. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടിമീറ്ററിൽ 20K ഓംസിലിട്ടിട്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീഡിങ് കാണിക്കും, ഏതെങ്കിലും റീഡിങ് കാണിക്കും. ആ റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ട് നല്ലതാണ്. പിന്നെ ഇത് ചെക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്റർ മാറ്റി നോക്കുക, എന്നിട്ടും വെള്ളത്തിന് ഫോഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ പമ്പ് മാറേണ്ടി വരും. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഭാഗങ്ങൾ. ഇതിൻ്റെ PCB വരുന്നത് ചില മോഡലുകൾക്ക് താഴെയായിരിക്കും, ചില മോഡലുകൾക്ക് മുകളിലായിരിക്കും. നമുക്കിനി ഇതിൻ്റെ ഒരു വാഷിംഗ് എങ്ങനെ നടക്കണേ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇതിൻ്റെ വാഷിംഗ്, നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ വാഷിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇപ്പോൾ നമ്മൾ ഡിഷ് വാഷർ ഓൺ ആക്കിയിട്ടുണ്ട്. ഡിഷ് വാഷർ എപ്പോൾ ഓൺ ആക്കിയാലും ഫസ്റ്റ് തന്നെ അതിൻ്റെ ഡ്രെയിനിങ് ആണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. ഡ്രെയിനിങ്, ഇതിനകത്ത് ഈ സമ്പിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് കളയുന്നതാണ്. അതിന് ശേഷം മാത്രമേ വെള്ളം ഇൻടേക്ക് ചെയ്യുള്ളൂ, അതായത് വെള്ളം വെളിയിൽ നിന്ന് എടുക്കുകയുള്ളൂ. എടുത്തത് കഴിഞ്ഞതിന് ശേഷമാണ് മാത്രമാണ് ഇതിൻ്റെ വാഷിങ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് സമ്പിനകത്തേക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം പെട്ടെന്ന് കാണാത്തതാണ്. കുറച്ച് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് അറിയാൻ പറ്റും. വേണ്ട, വെള്ളം ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊന്നറിയും. ഇപ്പോൾ ഇതിനകത്ത് വന്നൊരു ലെവൽ വരെ വന്ന് അറിഞ്ഞതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ വെള്ളം വന്ന് കാണുന്നുണ്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലെവലിൽ വന്ന് അറിഞ്ഞതിന് ശേഷം ഇനി വാഷിംഗ് ആരംഭിക്കും. വാഷിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഷവർ ആകുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഓപ്പോസിറ്റ് വർക്ക് ചെയ്യണത്. ഈ താഴത്തെ ആം ലെഫ്റ്റിലേക്കാണെങ്കിൽ മേളിലത്തെ റൈറ്റിലേക്കായിരിക്കും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ കാണാൻ പറ്റും. വേണ്ട, ഇതാണ് ഇതിൻ്റെ വാഷിംഗ് പരിപാടി. അത്രയും പ്രഷറിലാണ് ഈ വെള്ളം വാഷ് ചെയ്യുന്നത്. കണ്ട, 2 ഷവറാകും വർക്ക് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ വർക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വിച്ച് നമ്മൾ ലോക്ക് ചെയ്തേക്കണേ, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ക്ലോസ് ചെയ്തേക്കാം.